അങ്ങനെ സിനിമാക്കാരുടെ അമ്മ സംഘടന മൊത്തത്തിൽ ചീഞ്ഞു നാറി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പൊ ലക്ഷ്മിപ്രിയയും ടിനി ടോമും എല്ലാം പെട്ട അവസ്ഥയിലാണ്. കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് എവിടെ നോക്കിയാലും അമ്മ തന്നെയാണല്ലോ ചർച്ചാ വിഷയം. എന്തായാലും നിലവിൽ ഇപ്പൊ 2 പരാതികളാണ് അമ്മ സംഘടനയ്ക്കെതിരെ പോലീസിൽ പോയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ പരാതി എന്ന് പറയുന്നത് അൻസിബ ഹസൻ ടിനി ടോമിനെതിരെയും ലക്ഷ്മിപ്രിയക്കെതിരെയും കൊടുത്ത പരാതികളാണ്. എന്താണ് ആ സംഭവം? അൻസിബ ഹസൻ ഒരു കാലത്ത് അമ്മ സംഘടനയിൽ എക്സിക്യൂട്ടീവ് അംഗമായി പ്രവർത്തിച്ച ഒരാളായിരുന്നു അല്ലെ. അങ്ങനെ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഈ പറയുന്ന അൻസിബ ഹസനെതിരെ ടിനി ടോം പല കാര്യങ്ങളും പലയിടത്തും പോയി പറയുകയും അൻസിബയെ ഒരു മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. മെയിനായിട്ട് ടിനി ടോം പറഞ്ഞു നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അൻസിബ ഹസന് പലരുമായിട്ട് അവിഹിത ബന്ധങ്ങളുണ്ട്. അത് മാത്രമല്ല പലരെയും മുസ്ലിം ആക്കാൻ നോക്കുന്ന ഒരു ജിഹാദിയാണ് അൻസിബ ഹസൻ എന്നൊക്കെ ടിനി ടോം പലയിടത്തും പറഞ്ഞു നടന്നിട്ടുണ്ടായിരുന്നു. ഇത് നീന കുറുപ്പ് പോയി അൻസിബ ഹസന് ചെവിയിലെത്തുകയും അൻസിബ ഹസൻ ടിനി ടോമിനെതിരെയുള്ള പരാതി അമ്മ സംഘടനയിൽ കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അമ്മ സംഘടന പ്രത്യേകിച്ച് നടപടികളൊന്നും എടുക്കാത്തത് കണ്ടപ്പോൾ അൻസിബ ഹസൻ എന്ത് ചെയ്തു? അമ്മ സംഘടനയിൽ നിന്ന് രാജിവെച്ചങ്ങോട്ട് ഇറങ്ങി പോകുന്നു. നേരെ മീഡിയക്ക് മുന്നിൽ വന്ന് കാര്യങ്ങൾ അങ്ങ് അവതരിപ്പിച്ചു. ഇതോടെയാണ് ഈ വിഷയം മാധ്യമങ്ങൾ ടേക്കപ്പ് ചെയ്യുന്നത് അല്ലെ. ഇത് മാത്രമല്ല ഈ അമ്മ സംഘടനയിൽ ടിനി ടോമും ലക്ഷ്മിപ്രിയയും ഒക്കെ ഒരു ബെൽറ്റാണ്. സോ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പ് ലക്ഷ്മിപ്രിയ ഈ പറയുന്ന അൻസിബക്കെതിരെ പോലീസിൽ കൊണ്ടുപോയി ഒരു വ്യാജ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പരാതി എന്താണെന്ന് വെച്ചാണെങ്കിൽ തന്റെ കുടുംബം നശിപ്പിക്കുന്ന രീതിയിൽ ഒരു മോശം മെസ്സേജ് അൻസിബ ലക്ഷ്മിപ്രിയയുടെ ഫോണിലേക്ക് അയച്ചു പോലും. അത് കാരണം തന്റെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി പോലും. പക്ഷെ എന്താണ് അയച്ച മെസ്സേജ് എന്ന് ലക്ഷ്മിപ്രിയ പറയുന്നില്ല. എന്തായാലും ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മിപ്രിയ ഈ പറയുന്ന അൻസിബക്കെതിരെ പോലീസിൽ പോയി പരാതി കൊടുക്കുന്നത്. ഇതിന് പിന്നോടിയായിട്ട് അൻസിബയെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും 3 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ ഇട്ട് ടോർച്ചർ ചെയ്യുകയും ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇപ്പൊ നിലവിൽ അൻസിബ ഹസൻ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. വ്യാജ കേസിൽ കുടുക്കിയതിന് ലക്ഷ്മിപ്രിയക്കെതിരെയും വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇമേജ് തകർക്കാൻ നോക്കിയതിന് ടിനി ടോമിനെതിരെയും ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിക്ക് അൻസിബ കൊടുത്ത പരാതി സ്വീകരിക്കപ്പെട്ടു കേട്ടോ. അതിന്റെ ഭാഗമായിട്ട് മൊഴിയെടുക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അൻസിബ ഹസനെയും ലക്ഷ്മിപ്രിയയും ഒക്കെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് അതിന്റെ വഴിക്ക് പോകുന്നുണ്ട്. ഇനി അമ്മ സംഘടനയിൽ നടക്കുന്ന 2ാമത്തെ പ്രശ്നം, പോലീസിൽ പോയ 2ാമത്തെ പരാതി. അതെന്താണെന്ന് വെച്ചാൽ അമ്മ സംഘടനയുടെ ഓഫീസിലെ ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരായിട്ടുള്ള അതുല്യ നൽകിയ പരാതിയാണ്. ആ പരാതി എന്താണെന്ന് വെച്ചാണെങ്കിൽ അമ്മ സംഘടനയിലെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ഉണ്ണി ശിവപാൽ തന്നെ ഇടയ്ക്കിടെ രാത്രി വിളിക്കുകയും ഓവർ ഡ്യൂട്ടി ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുക മാത്രമല്ല തനിക്ക് അതിനനുസരിച്ചുള്ള ശമ്പളം തരുന്നില്ല പോലും. ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന അതുല്യ ലേബർ ഓഫീസിൽ കൊണ്ടുപോയി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഈ അമ്മ സംഘടനയിൽ തന്നെ ഉണ്ണി ശിവപാലിനെതിരെ നിൽക്കുന്ന പല എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും സമ്മർദ്ദം മൂലമാണ് അതുല്യ അങ്ങനെ ഒരു പരാതി നൽകിയത്. എന്തായാലും അന്ന് അങ്ങനെ ഒരു പരാതി ലേബർ ഓഫീസിലേക്ക് പോയതോടെ താൽക്കാലികമായി അതുല്യെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോനൊക്കെ ഇടപെട്ട് അതുല്യെ വീണ്ടും ജോലിയിലേക്ക് തിരിച്ചെടുത്ത് കേട്ടോ. അതുകൂടാതെ തന്നെ കുറച്ച് കാലത്തേക്ക് ഈ പറഞ്ഞ ഉണ്ണി ശിവപാലിനെ അമ്മ സംഘടനയിൽ നിന്നും അകറ്റി നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് കേട്ടോ. ഏകദേശം 1-2 മാസം മുമ്പേ നടന്ന സംഭവങ്ങളാണ്. പക്ഷെ ഇതെല്ലാം ഇപ്പൊ വീണ്ടും കുത്തിപ്പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അൻസിബന്റെ വിഷയം ടേക്കപ്പ് ആയതോടെ അത്യാവശ്യം ഈ അമ്മ സംഘടനയിലെ പ്രശ്നങ്ങൾക്ക് മീഡിയ അറ്റൻഷൻ കിട്ടിയല്ലോ. അതിന് കൂട്ടത്തിൽ ഈ സംഭവത്തിന് മീഡിയ അറ്റൻഷൻ കിട്ടി എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള CCTV ഫുട്ടേജിന്റെ വോയിസ് ഒക്കെ മാധ്യമങ്ങൾക്ക് ആര് ചോർത്തി കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അമ്മ സംഘടനയിലുള്ള ആരൊക്കെയോ ചോർത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്തായാലും മൊത്തത്തിൽ ഇതെല്ലാം കൂടി ആയതോടെ അമ്മ സംഘടന മൊത്തത്തിൽ അങ്ങ് ചീഞ്ഞു നാരെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ടിനി ടോമിനൊന്നും ഇപ്പൊ ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. അല്ലെങ്കിലേ മൂപ്പര് പണ്ട് തൊട്ട് രൂക്ക് വണ്ടിയാണ്. ഇതും കൂടെ ആയതോടെ പൂർത്തിയായി. ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒത്തൊരുമില്ലായ്മയാണ്. ഫുള്ളും ഗ്രൂപ്പിസമാണ് ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ. ഈ പറയുന്ന ടിനി ടോം, ലക്ഷ്മിപ്രിയ, പിന്നെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോൻ, ഇവരൊക്കെ ഒരു ടീം. അതേപോലെ തന്നെ നീന കുറുപ്പ്, സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ, ഇവരൊക്കെ അടങ്ങുന്ന മറ്റൊരു ടീം. ഇതിൽ ഒരു ടീമിന് മറ്റേ ടീമിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പരസ്പരം എങ്ങനെയും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കണമെന്നാണ് 2 ടീം അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിക്കുന്നത്. അത് കാരണം ഒരു ടീമിലുള്ള ആൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാണെങ്കിൽ അപ്പുറത്തുള്ള ആൾക്കാരത് നല്ലോണം അങ്ങോട്ട് പൊലിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ കളി പോലെ തന്നെ, ഒരുമാതിരി നിയമസഭയിൽ കയറിയ പോലെയാണ് അമ്മ സംഘടനയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നും വേണ്ട, ഇവിടെ അൻസിബിന്റെ വിഷയം മാത്രം എടുക്കാം. അൻസിബയ്ക്കെതിരെ ടിനി ടോം വേണ്ടാത്ത പലതും പറഞ്ഞു നടക്കുന്നുണ്ട് എന്ന് അൻസിബിനെ ശ്രദ്ധപ്പെടുത്തിയത് ആരാണ്? നീന കുറുപ്പാണ്. നീന കുറുപ്പ് ആരാണ്? ഈ പറഞ്ഞ ടിനി ടോമിന്റെയും ലക്ഷ്മിപ്രിയയുടെയും അതുപോലെ തന്നെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോന്റെയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ്. പച്ചക്ക് പറഞ്ഞാൽ അവർക്കെതിരെ നീന കുറുപ്പ് ഒരു പാര വെച്ചതാണ് സംഭവം. അത് കൃത്യമായി ഏൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അൻസിബ തന്റെ ആയിട്ടുള്ള ഒരു പെണ്ണായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അതിന്റെ വഴിക്ക് നീക്കി. അതോടെ ടിനി ടോം മൊത്തത്തിൽ പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയുമായി. അതേപോലെ തന്നെ ഈ ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരിയായിട്ടുള്ള അതുല്യയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും അതുല്യ ഇപ്പൊ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ അതുല്യ എന്ന് പറയുന്നത് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോന്റെ ആളാണ്. അതുകൊണ്ട് തന്നെ അതുല്യ സംസാരിക്കുന്ന മുഴുവനും നീന കുറുപ്പിനെതിരെയും കുക്കു പരമേശ്വരനെതിരെയും ഒക്കെയാണ്. മാധ്യമങ്ങളിൽ വന്നുള്ള അതുല്യയുടെ സംസാരം കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകും. ഇപ്പൊ റീസെന്റ് ഈ പറയുന്ന അതുല്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ച ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അറിഞ്ഞൂടാ, സാലറി ഒക്കെ വന്നാലല്ലേ ജോലി. ഇതാണ് ഞാനിപ്പോ ലേബർ ഓഫീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. തൊഴിൽ പീഡനവും ഈ പാതിരാത്രി ജോലി ഏൽപ്പിച്ചതിനുള്ള പരിഹാരവും ഒക്കെ
ഈ ഓവർ ടൈം ചെയ്തതിനൊന്നും 5 പൈസ തന്നിട്ടില്ല എനിക്കതൊക്കെ വേണ്ടേ. അപ്പൊ ഞാൻ ലേബർ ഓഫീസിൽ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാം ഉണ്ട് വിത്ത് എവിഡൻസ്. ഗ്രൂപ്പ് ഇവര് തന്നെയാ, സെക്രട്ടറിയും നീനാക്കുറുപ്പ് ഉണ്ണീശോപാലും പിന്നെ 1-2 പേരും കൂടെ ഉണ്ട്. അവര് നിഷ്പക്ഷമാണെന്ന് പുറമെ കാണിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതുപോലെ ഇപ്പൊ നീനാക്കുറുപ്പിന്റെ ഓഡിയോ, ഈ മുഹമ്മദ് വിട്ട ഓഡിയോയിലാണ് എനിക്ക് ക്ലിയർ ആയിട്ടുള്ളത് ഇവർ ഇതിനുണ്ടെന്നുള്ളത്. അതുപോലെ അവര് തന്നെ ഓരോന്ന് പുറത്ത് വന്നോളൂ. പുതിയ പരാതി നിങ്ങളുടെ പരാതി എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? എല്ലാത്തിന്റെ അറ്റത്ത് നീനാക്കുറുപ്പ് ചേച്ചി ഉണ്ടല്ലോ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്തായിരിക്കും. നൈസായിട്ട് നീനക്കുറിപ്പിനെ കുത്തി പറയുന്ന പോലാണ് ഇവിടെ അതിന്റെ സംസാരിച്ച് വെക്കുന്നത് അല്ലേ. ഇതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്. ഫുള്ളും പാരയോട് പാരയാണ് മക്കളെ. ഫ്രണ്ട് ഓഫീസ് ജീവനക്കാർ തൊട്ട് സെക്യൂരിറ്റി ജീവനക്കാരും വരെ ഈ പാരവയ്പിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതിനൊക്കെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. എന്തായാലും അതവിടെ കിടക്കട്ടെ. നമുക്കിനി അൻസിബ ഹസൻ, ടിനി ടോം, ലക്ഷ്മി പ്രിയ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആസിഫ് അലി മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ആസിഫ് അലിക്ക് പറയാനുള്ള എന്താണെന്നുള്ളത് കണ്ടോക്കാം. അത് തന്നെയാണ്, സംഘടനയിലെ പ്രശ്നങ്ങൾ സംഘടനയിൽ തന്നെ തീരണം, അല്ല അതിനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട്. അതിൽ തീരാത്തപ്പോഴായിരിക്കണം അത് പബ്ലിക്കായിട്ട് പലർക്കും, ഇപ്പം അൻസിബയെ പോലെയുള്ളവർ നിവൃത്തികേട് കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്തു പറയുന്നത്. പ്രശ്നങ്ങൾ എല്ലാ സംഘടനകളിലും ഉണ്ടെന്നും അത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് വ്യത്യാസമെന്നും നടൻ ആസിഫ് അലി അഭിപ്രായപ്പെട്ടു. സംഘടനയ്ക്കുള്ളിൽ തന്നെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കേണ്ടത്. ജിഹാദി എന്ന് വിളിച്ച് അധിക്ഷേപിച്ചെന്ന അൻസിബയുടെ പരാതി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മതപരവും ജാതീയവുമായ കാര്യങ്ങളെ ഗൗരവമായെടുത്താൽ പ്രശ്നം വലുതാകുമെന്നായിരുന്നു ആസിഫ് അലിയുടെ അഭിപ്രായം. വിവേകത്തോടെയാണ് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത്. മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ജാതിപരമായ കാര്യങ്ങൾ അതിൽ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ നോക്കുമ്പോൾ അതിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് അഡ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നം വളരെ വലുതാവും. അതിൽ നമ്മുടെ കോമൺ സെൻസും നമ്മുടെ ബുദ്ധിയും ഉപയോഗിച്ച് റിയാക്ട് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് പഴയ ഒരു കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായിരുന്ന പ്രശ്നമാണെന്നാണ്. പക്ഷെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇത് വളരെ ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ അത് നമ്മുടെ യുക്തിയോടുകൂടി നമ്മൾ തീരുമാനിക്കണം. ഇപ്പൊ ഞാൻ പറയുന്ന മറുപടി പോലും ഇതിനൊരു സ്പാർക്കിലേക്ക് കൊണ്ടുപോയേക്കാം. അമ്മയുടെ നേതൃത്വത്തിലേക്ക് സ്ത്രീകളെ കൊണ്ടുവന്നത് മറ്റൊരു സംഘടനയും കാട്ടാത്ത ധൈര്യമാണ്. പ്രസിഡന്റ് ശ്വേതാ മേനോൻ അടക്കമുള്ളവർക്ക് പ്രശ്നം പരിഹരിക്കാൻ കൂടുതൽ സമയം നൽകണമെന്നും ആസിഫ് അലി പറഞ്ഞു. ഇതാണ് ആസിഫ് അലിന്റെ നിലപാടെന്ന് പറയുന്നത്. മൂപ്പര് പറയാനുള്ള കാര്യം എവിടെയാണെങ്കിലും വന്ന് പറയും അല്ലേ. മറ്റുള്ളവരെ പോലെ ഇമേജ് മേടിച്ച് മിണ്ടാതിരിക്കുന്ന പരിപാടിയൊന്നും ആസിഫ് അലിക്കില്ല. വളരെ നല്ല കാര്യം. ഇപ്പൊ ഈ അമ്മ സംഘടനയിൽ നടക്കുന്ന തർക്കവുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല, മോഹൻലാൽ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇവരൊക്കെ തലതൊട്ടപ്പന്മാരായി കാണുന്ന ആൾക്കാരാണല്ലോ ഈ അമ്മ സംഘടന എന്ന് പറയുന്നത്. പക്ഷെ ഇവരിതുമായി ബന്ധപ്പെട്ട് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല, ഇനി മിണ്ടുകയും ഇല്ല. കാരണം മിണ്ടിക്കഴിഞ്ഞാൽ ഇവര് ചീഞ്ഞു നാറും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആസിഫ് അലി തന്നെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത്. ഏറെക്കൂടെ അൻസിബിനെ പിന്തുണക്കുന്ന രീതിയിലാണ് ആസിഫ് അലിന്റെ നിലപാടെന്ന് പറയുന്നത് അല്ലേ. വളരെ നല്ല കാര്യം. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ പറയുന്ന അൻസിബ ടിനി ടോമിനെതിരെയും ലക്ഷ്മി പ്രിയക്കെതിരെയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് മൊഴി എടുക്കാൻ വേണ്ടി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് പോയ സമയത്ത് അൻസിബ മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കണ്ടോക്കാം. ലക്ഷ്മിയുടെ പരാതിയിൽ മാത്രമാണോ മൊഴി കൊടുക്കുന്നത്? ഈ ടിനിയുടെ കാര്യങ്ങളൊക്കെ എന്താണ് ഉദ്ദേശിച്ചത്? ഇന്നിപ്പോ ലക്ഷ്മി പ്രിയ ചേച്ചിയും പിന്നെ തൃപ്പൂണിത്തറ വനിതാ സെൽ SI രേഷ്മ മാം, അവർക്ക് 2 പേർക്കെതിരെയുള്ള മൊഴിയാണ് ഇപ്പൊ ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അന്ന് അനധികൃതമായിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും വ്യാജ പരാതിയിൽ എന്നെ വിളിപ്പിക്കുകയും ചെയ്ത പരാതിയിൽ. അപ്പൊ ഈ ടിനിയുടെ പരാതി എങ്ങനെയാണ്? ടിനിക്കെതിരെയുള്ള പരാതിയും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്? ടിനിയോട് എങ്ങനെയാണ് ഇനി ഒരു സമീപനം? അദ്ദേഹം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, ഒരു സമൂഹത്തിനോടാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും സെക്യുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലുള്ളവരോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര മോശമാണത്. ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരാൾക്കെതിരെ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പേര് അൻസിബ ഹസനാണ്, എന്നാ പിന്നെ ഇങ്ങനെ ഇതങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതിയിട്ട് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ഭാഗ്യവശാൽ കേരളത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. മലയാളികൾ എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചെയ്തതിനോട് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റൂല. അതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോകും. അതിനുള്ളൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ അമ്മയിൽ ഓൾറെഡി പരാതി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പരാതി അയച്ചു കഴിഞ്ഞ അവസാനം മീഡിയയുടെ പ്രഷർ കാരണമാണ് അമ്മയിൽ നിന്ന് പറയണത് കേൾക്കാം. അതിന്റെ മുന്നേ ഞാൻ പല പരാതികൾ കൊടുത്തിട്ടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ആരും കേട്ടിട്ടില്ല. മീഡിയയുടെ പ്രഷർ കാരണം മാത്രമാണ് എന്നാ കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇതേ കമ്മിറ്റി തന്നെ കേൾക്കാം എന്നാണ് പറയുന്നത്. അത് ഈ കമ്മിറ്റിയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് റിസൈൻ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. റിസൈൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മീഡിയയിൽ ഇത് പറയാൻ പറ്റിയത്. അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാനിത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതേ കമ്മിറ്റിയുടെ മുമ്പാകെ ഞാൻ ഹാജരായി വീണ്ടും ഇതേപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ അത്? എനിക്കൊരു നീതിയും തരാത്ത ഇതേ കമ്മിറ്റിയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഞാൻ എന്ത് പറയാനാ? അല്ലെങ്കിൽ അവരെന്ത് കേൾക്കാൻ? എനിക്ക് വേണ്ടി എന്തെങ്കിലും ന്യായത്തിന്റെ കൂടെ ഇരിക്കുകയോ? ഞാൻ ആരോപണം പറയുന്നത് ആർക്കെതിരെയാണ്? ടിനി ടോം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം.
മറ്റാരെങ്കിലും ഇരുന്നല്ലേ സാധാരണ സംസാരിക്കുക ഒരു നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ആകെ ആവശ്യപ്പെട്ടത് മറ്റൊരു സമിതിയെ വെക്കണം. അപ്പൊ ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് എന്റെ മനസ്സിൽ വന്ന 3 പേരുകളായതുകൊണ്ട് മാലാ പാർവതി ചേച്ചിയുടെ പേരും രമേശ് പിഷാരടി ചേട്ടന്റെ പേരും ധ്യാൻ ചേട്ടന്റെ പേരും ഒക്കെ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അയച്ച മെയിലിൽ കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി ഇവർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ബയസ്ഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാത്ത ആളുകൾ വേറെ മെമ്പേഴ്സ് അമ്മയിലുണ്ടല്ലോ, അങ്ങനെയുള്ള ആരെങ്കിലും വെച്ചിട്ട് നിങ്ങളൊരു സമിതി ഉണ്ടാക്കൂ, എന്നിട്ട് അവരുടെ മുമ്പാകെ ഞാൻ ഹാജരായിട്ട് ഞാൻ സംസാരിക്കാമെന്ന്. പക്ഷെ ഇതുവരെ ഒരു റിപ്ലൈ പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. വളരെ ന്യായമായിട്ടുള്ള ആവശ്യം തന്നെയാണ് ഇവിടെ അൻസിബ ഉന്നയിച്ചിട്ടുള്ളത് അല്ലെ. ഇവിടെ അൻസിബക്ക് പരാജയം ആർക്കെതിരെയാണ്? ടിനി ടോമിനെതിരെയും ലക്ഷ്മി പ്രിയക്കെതിരെയുമാണ്. ഇവർ രണ്ടാളെന്ന് പറയുന്നത് പ്രസിഡന്റിന്റെ ആളാണ്. മാത്രമല്ല ലക്ഷ്മി പ്രിയ വൈസ് പ്രസിഡന്റ് ആണ്. അപ്പൊ ഈ ലക്ഷ്മി പ്രിയ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു ചേംബറിൽ ലക്ഷ്മി പ്രിയക്കെതിരെ ഒരു പരാതിയായിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവിടെ എന്തെങ്കിലും നീതി കിട്ടും ഈ പറയുന്ന അൻസിബക്ക്? അപ്പൊ അതുകൊണ്ട് തന്നെ അവരെല്ലാം മാറ്റി വേറെ 3 പേരെ നിയമിക്കാൻ അൻസിബ പറഞ്ഞു. അവരോട് മാത്രമേ താൻ പരാതി പറയുകയുള്ളൂ എന്നും അൻസിബ പറഞ്ഞു. അത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോഴും അതിനുള്ള ഒരു ഉത്തരം ഈ പറയുന്ന അമ്മ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെ നൽകാനാണ്? ആദ്യം ഈ സംഘടനയിടയിലുള്ള ഗ്രൂപ്പിസത്തിന് ഒരു തീരുമാനമാവണ്ടേ, എന്നിട്ടല്ലേ സമിതിനെ മാറ്റുന്ന കാര്യം. എന്തായാലും സംഭവം മൊത്തത്തിൽ കോമഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തായാലും അൻസിബ ലക്ഷ്മി പ്രിയക്കെതിരെ കേസ് കൊടുത്തതിന് പിന്നാലെ ലക്ഷ്മി പ്രിയയുടെ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി ലക്ഷ്മി പ്രിയ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ലക്ഷ്മി പ്രിയ മാധ്യമങ്ങളെ കണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും ലക്ഷ്മി പ്രിയക്ക് പറയാൻ എന്താണെന്ന് കേട്ടോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വിഷമം വരുന്നത് അവരുടെയൊക്കെ വിലയേറിയ സമയം ഇതിനൊക്കെ വേണ്ടിയിട്ട് കളയുന്നതിലാണ് എനിക്ക് ഭയങ്കര വിഷമം വരുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിലും ആഭ്യന്തരമന്ത്രി ആണെങ്കിലും DGP ആണെങ്കിലും അവരുടെയൊക്കെ വിലപ്പെട്ട സമയമാണ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കളയുന്നത് എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. എന്തൊരു കൺസേൺ ആണല്ലേ ചേച്ചിക്ക്, എന്തൊരു കെയറിംഗ് ആണല്ലേ ചേച്ചിക്ക്. ഞങ്ങളൊക്കെ കാരണം മുഖ്യമന്ത്രിന്റെ സമയം വരെ മെനക്കെടാണല്ലോ, ഇവിടുത്തെ DGPനെ സമയം വരെ മെനക്കെടാണല്ലോ. എനിക്കതിൽ ഖേദമുണ്ട് പോലും. അവരെ കുറിച്ചൊന്നും ചേച്ചി തൽക്കാലം ചിന്തിക്കേണ്ട. അവരെ കാര്യം അവര് നോക്കിക്കോളും. അവരൊക്കെ ആ സ്ഥാനത്ത് ഇരിക്കുന്നത് ജനങ്ങളുടെ കാര്യം പരിഹരിക്കാനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സമയം മെനക്കെടുന്നതിനെ കുറിച്ച് ചേച്ചി ചിന്തിക്കേണ്ട. ചേച്ചി ആദ്യം ചേച്ചിനെ തടി രക്ഷിക്കാൻ നോക്കി, എന്നിട്ട് മാതി അവരെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യം. ഒരു കെയറിംഗ് അമ്മ വന്നേക്കുന്നു. ബാക്കി പറഞ്ഞായിരുന്നു എന്റെ കയ്യിലുള്ള എല്ലാ എവിഡൻസും, അതായത് അൻസിബ കുറെ എവിഡൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത്തരം ഒരു കേസുമായിട്ട് മുന്നോട്ട് വരുന്നത് പോലും. അപ്പം ഒരു ക്രൈം നടക്കുമ്പോൾ തെളിവുകൾ അവിടെ ഉണ്ടാകുന്നതാണ്, തെളിവുകൾ ഒരിക്കലും ഉണ്ടാക്കുന്നതല്ല. അപ്പം ഇന്നലത്തെ അൻസിബയുടെ വാദം വരെ വളരെ ഭംഗിയായിരുന്നു. നമ്മൾ കണ്ടു, എന്താ പറയാ, വളരെ ഒരു പോരാളിയുടെ മുഖത്തോടു കൂടിയൊക്കെ അൻസിബ സ്റ്റേഷനിൽ നിന്ന് വന്ന് സംസാരിച്ച സംസാരം വരെ വളരെ പക്കയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഡിജിറ്റൽ എവിഡൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഈ കുട്ടിയെ കുറിച്ച് പൂർണ്ണമായിട്ടും കേരള സമൂഹം മനസ്സിലാക്കുമ്പോൾ ആ കുട്ടിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നോർത്ത് എനിക്ക് സഹതാപം മാത്രമാണ്. ചേച്ചിക്ക് വീണ്ടും സഹതാപം. ചേച്ചി എല്ലാത്തിനും കുറിച്ചും ഭയങ്കര കൺസേൺഡ് ആണെന്ന് തോന്നുന്നു. നേരത്തെ പോലീസുകാരെ കുറിച്ച് മുഖ്യമന്ത്രിയെ കുറിച്ച് കൺസേൺഡ് ആവുന്നു, ഇപ്പൊ തനിക്കെതിരെ കേസ് കൊടുത്ത അൻസിബയെ കുറിച്ച് കൺസേൺഡ് ആകുന്നു. എന്നാലും ചേച്ചിന്റെ ഒരു സ്നേഹം സമ്മതിച്ചെന്ന് കേട്ടു. എന്തായാലും അൻസിബക്കെതിരെ തന്റെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെയാണ് ചേച്ചി പറയുന്നത്. ചുമ്മാ തട്ടിവിടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടതൊക്കെ കേട്ടിട്ട്. ബാക്കി കേട്ടോക്കെ എന്തായാലും വ്യാജ തെളിവുകൾ ഉണ്ടാക്കി എന്നല്ല, തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അൻസിബ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അൻസിബ സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇവിടെ CCTV ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നൊക്കെ അൻസിബ വിവരാവകാശം വഴി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് തെളിവുകളില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടല്ല, തെളിവുകൾ ഉണ്ടെങ്കിൽ അത് ശേഖരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ അൻസിബയ്ക്ക് ലക്ഷ്മി പ്രിയക്കെതിരെയുള്ള പരാതി എന്താണ്? തനിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ 3 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തന്നെ ടോർച്ചർ ചെയ്തു എന്നുള്ളതാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അൻസിബ പോലീസ് സ്റ്റേഷനിൽ പോയതിന്റെയും വന്നതിന്റെയും തെളിവുകൾ CCTV ഫുട്ടേജ് ആയിട്ട് അവിടെ ഉണ്ടാവുമല്ലോ. അത് വെച്ച് അൻസിബക്ക് നിയമത്തിന് മുന്നിൽ സുഖമായിട്ട് ഹാജരാക്കാമല്ലോ. അതിന് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ അൻസിബ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് CCTV ഉണ്ടോ എന്ന് അന്വേഷിച്ചത്. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ മറുപടി എന്താണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ CCTV വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്തും CCTV ഇല്ലാത്ത പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്തായാലും ആവട്ടെ, ബാക്കിയുടെ കേട്ടോക്കാം. CCTV ദൃശ്യങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അൻസിബ ഇത്ര ഒരു പരാതിയായിട്ട് മുന്നോട്ട് വരുന്നത് തന്നെ. അപ്പൊ CCTV ഇല്ലെങ്കിലും മറ്റ് ഡിജിറ്റൽ തെളിവുകൾ അവശേഷിക്കുന്നുണ്ട് വിത്ത് ടൈം പ്രൂഫ്. അത് അൻസിബ മനസ്സിലാക്കിയിരുന്നില്ല. തെളിവെന്ന് പറയുന്നത് മുഴുവൻ കാര്യങ്ങളും, അതായത് 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡുമാണ് ഞങ്ങൾ ടോട്ടൽ SI മാഡത്തിന്റെ ക്യാബിനിൽ സ്പെൻഡ് ചെയ്തത്. അത് മുഴുവനും ഏത് തരത്തിലുള്ള എവിഡൻസ് എന്ന് ഞാൻ പറയുന്നില്ല, ഡിജിറ്റൽ എവിഡൻസ് ആയിട്ട് എന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാനത് മുഴുവനും ACP മനോജ് സാറിന് കൈമാറിയിട്ടുണ്ട്. ഒരു കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് അവിടെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചേച്ചിന് തൊലിക്കെട്ടി അപാരം തന്നെ കേട്ടോ. നമ്മളൊന്ന് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന പരിപാടി ഒന്നും നമ്മൾ ചെയ്യാറില്ല. എന്തായാലും കൊള്ളാം, എന്റെ കയ്യിൽ അതുണ്ട് ഇതുണ്ട്
അതൊക്കെ പുറത്ത് വിട്ട് കഴിഞ്ഞാണെങ്കിൽ അൻസിബ ആകെ ചീഞ്ഞു നാറും എന്നൊക്കെ വീമ്പ് പറയാന്നല്ലാണ്ട് ലക്ഷ്മിപ്രിയ ഒന്നും പുറത്തു വിടുന്നില്ല. ചുമ്മാ ബിൽഡപ്പ് നൽകുക മാത്രമാണ് ഇവിടെ ലക്ഷ്മിപ്രിയ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ബിൽഡപ്പ് നൽകി ചുളിവിലൂടെ രക്ഷപ്പെടാനുള്ള പ്ലാനാണ് ലക്ഷ്മിപ്രിയന്റേതെന്ന് തോന്നുന്നു. എന്റെ കയ്യിലൊരു ബോംബുണ്ട്, ഞാനിപ്പം പൊട്ടിക്കും, നോക്കിക്കോളി ഞാനിപ്പം പൊട്ടിക്കും എന്ന് പറഞ്ഞ ആൾക്കാരെ ആകാംക്ഷയിലാക്കാം. എന്നിട്ട് അതുമായി നൈസായിട്ട് എസ്കേപ്പ് ആവാം. അല്ലാണ്ട് ഇവിടെ പ്രത്യേകിച്ചൊന്നും എനിക്കിവിടെ തോന്നുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അൻസിബ ലക്ഷ്മിപ്രിയനെ നാറ്റിക്കാവുന്നതിന് മാക്സിമം നാറ്റിച്ച് കഴിഞ്ഞു. അങ്ങനെയുള്ള ലക്ഷ്മിപ്രിയ എന്തെങ്കിലും തെളിവുകൾ തന്റെ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തു വിടാതിരിക്കുമോ? എന്തായാലും പോലീസ് സ്റ്റേഷനിൽ തെളിവുകളെല്ലാം സമർപ്പിച്ചിട്ടുണ്ട് എന്നല്ലേ ലക്ഷ്മിപ്രിയ പറഞ്ഞത്. നമുക്ക് കാത്തിരിക്കാം മുന്നോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി അൻസിബ തനിക്ക് അയച്ച മോശം മെസ്സേജുകളെ കുറിച്ച് ലക്ഷ്മിപ്രിയ സംസാരിച്ച് വെക്കുന്നുണ്ട്. അൻസിബ തന്റെ ഫോണിലേക്ക് മോശം മെസ്സേജ് അയച്ചു, അത് കാരണം തന്റെ കുടുംബം തകർച്ചയുടെ വക്കിലെത്തി, തന്റെ ഭർത്താവ് പോലും തന്നോട് കുറച്ചു കാലം മിണ്ടാതെയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ അൻസിബയ്ക്കെതിരെ ലക്ഷ്മിപ്രിയ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ അൻസിബിനെ 3 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ ടോർച്ചർ ചെയ്തത്. സോ അതിനെ കുറിച്ച് ലക്ഷ്മിപ്രിയക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോക്കാം. എന്റെ ഫോണിലേക്ക് എനിക്ക് അനാവശ്യം എന്ന് തോന്നുന്ന ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ പുള്ളിക്കാരി ബാധ്യസ്ഥയായിരുന്നു. ഞാൻ ഡിസംബർ 10-ാം തീയതി വന്ന മെസ്സേജിന് ജനുവരി 21 വരെ ഞാൻ പരാതി കൊടുത്തിട്ടില്ല. ജനുവരി 22-ാം തീയതി ആണല്ലോ പരാതി കൊടുക്കുന്നത്. അപ്പം എൻ്റെ ഫോണിലേക്ക് അൺനെസസറി ആയിട്ട് അയക്കുന്ന ഒരു മെസ്സേജിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. അത് പരാതി കൊടുക്കേണ്ടതുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡ് പ്രശ്നമാക്കിയത് വിട്ടേക്കോ. എൻ്റെ ഫോണിലേക്ക് അങ്ങനെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാമല്ലോ, എനിക്ക് നിയമപരമായിട്ട് പോകണമെങ്കിൽ എനിക്ക് അങ്ങനെ പോകാനുള്ള ഒരു അവകാശമില്ലേ? അല്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇമാതിരി ചീള് കേസിനൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അത് പോലീസുകാരുടെ സമയം മെനക്കെടുത്തല്ലേ ലക്ഷ്മി ചേച്ചി? എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തീർക്കുന്നത്? നിങ്ങൾക്ക് പരസ്പരം അങ്ങ് പറഞ്ഞു തീർത്താൽ പോരെ? ലക്ഷ്മിപ്രിയനോടാണ് എന്റെ ചോദ്യം. ഇവിടെയാണ് നമ്മൾ ലക്ഷ്മിപ്രിയന്റെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കേണ്ടത്. ലക്ഷ്മിപ്രിയക്ക് ഇമാതിരി ചീള് കേസിനൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുക്കാം, അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷെ ലക്ഷ്മിപ്രിയക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പരാതിയുമായി പോകുന്ന സമയത്ത് അത് പോലീസുകാരുടെ സമയം മെനക്കെടുത്തലാണ്, മുഖ്യമന്ത്രിന്റെ സമയം മെനക്കെടുത്തലാണ് പോലും. എജ്ജാതി ഇരട്ടത്താപ്പാണെന്ന് നോക്കിക്കേ. നിങ്ങൾ ആ പെണ്ണിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിന് നിങ്ങൾക്കെതിരെ കൗണ്ടർ കേസ് കൊടുക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം വെച്ചിട്ടാണ് ആ പെണ്ണ് നിങ്ങൾക്കെതിരെ കേസുമായി ഇപ്പോൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അല്ലാണ്ട് ഇതിവിടെ ആരുടെയും സമയം എനിക്കെടുത്തതല്ല. മനസ്സിലായോ ലക്ഷ്മിപ്രിയ? ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. പിന്നെ 3 മണിക്കൂർ സ്റ്റേഷനിൽ ഇരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസ് അതോറിറ്റിയാണ് സ്ഥിരീകരിക്കേണ്ടത്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ 1 മണിക്കൂർ 17 മിനിറ്റും 20 സെക്കൻഡും മാത്രമാണ് ഞങ്ങൾ അവിടെ ഇരുന്നത്. ഇത്ര കൃത്യമായിട്ട് ഞാൻ ആ ടൈം ഡ്യൂറേഷൻ പറയണമെങ്കിൽ എൻ്റെ കയ്യിൽ അതിന് സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട് എന്ന് കരുതിക്കോളൂ. കരുതല് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോണില്ല. എന്റെ കയ്യിൽ അതുണ്ട് ഇതുണ്ട് എന്നല്ലാണ്ട് പറയാന്നല്ലാണ്ട് എന്തുണ്ട്? എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഞാൻ അറിയിക്കാം. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.